ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിലോപ്പിയ ഇന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് തിലോപ്പിയ ഫ്രൈ. നമുക്ക് അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി എടുക്കാൻ മച്ചാന്മാരെ. സൂപ്പർ ഐറ്റമാണ്, അന്യായ ടേസ്റ്റായിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. അപ്പോൾ തിലോപ്പിയ ഫ്രൈ അതിനുവേണ്ടി ചേർക്കാൻ പോകുന്ന സാധനം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ, സവാള ഇട്ട് കളയരുത്. ഇവരെല്ലാം കൂടെ നമുക്ക് ആ അരഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് പരിവാക്കി എടുക്കാം. ചേർക്കാനുള്ള സാധനം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കേട്ടോ, കുറച്ചെന്ന് വെച്ചാൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇവനെല്ലാം കൂടെ ചേർത്തിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇവനെ ഒന്നും കൂടെ ഒന്ന് അരച്ച് നല്ല കുഴമ്പ് പരുവത്തിനാക്കി വെളിയിലെടുക്കണം. വെളുത്തുള്ളി ശകലം കൂടുതൽ നിന്നാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ, അത് മറക്കണ്ടേ. വെളുത്തുള്ളി ഒരു 2 അല്ലിയെങ്കിലും അധികം നിന്നാൽ വറുത്ത തിലോപ്പിയ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഇനി ഈ മീനിലേക്ക് നല്ല രീതിയിൽ തേച്ച് നല്ല പരുവത്തിനാക്കി എടുക്കണം. ഓരോ നമ്മൾ കട്ട് ചെയ്ത് വരഞ്ഞ ഭാഗങ്ങളിലൊക്കെ നല്ലോണം തേക്കുക. മീനിൻ്റെ പള്ളയിലൊക്കെ ഇച്ചിരി മസാല നല്ലോണം വെച്ച് കൊടുക്കുക. നല്ലോണം തേച്ച് റെഡിയാക്കി തേച്ച് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. മസാല തേക്കുന്നതിന് യാതൊരു കുറവും വിചാരിക്കേണ്ട, നല്ലോണം തേച്ചോ മസാല. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മീൻ കറിക്കുള്ള പരുവാണ്, ഒരിക്കലും കറിക്കുള്ള പരുവല്ല, ഫ്രൈക്കുള്ള പരുവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാലയെല്ലാം തേച്ച് നല്ല കുട്ടുപ്പന്മാരാക്കി ഇവനെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ ഫ്രീസറിലോട്ട് അങ്ങ് കയറ്റിയേക്കണം. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ ഇരുന്നൊന്ന് ഉറങ്ങിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഇവനെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്ത ഫ്രൈ പാനിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആവശ്യത്തിന് മതി, തോനെ ആയിപ്പോയി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആകും കേട്ടോ. എനിക്ക് ശകലം കൂടുതൽ വേണമെന്നുള്ളൊരു ശകലം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 കടുകിട്ടൊന്ന് പൊട്ടിക്കുക. 4-5 കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളക് മൂക്കാൻ ഇച്ചിരി സമയം എടുത്തു കേട്ടോ. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വറ്റൽമുളക് മൂക്കാനും കടുക് പൊട്ടാനും ഇച്ചിരി സമയം എടുക്കും. അപ്പം അത് രണ്ടും പരുവായി വന്നതിന് ശേഷം നമ്മുടെ മീൻ മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ മീനെ അങ്ങോട്ട് എടുത്ത് റെഡിയാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെ ഓരോന്ന് അങ്ങോട്ട് പറക്കി വെക്കാം. ഈ മീനെ ഓരോന്ന് അങ്ങോട്ട് പറക്കി വെച്ച് ഇവൻ്റെ ഒരു സൈഡ് വെന്ത് വരുന്നിടം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മീനൊന്ന് അനക്കി കൊടുക്കണം. അനക്കി കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കയറി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മാംസം അടന്നു പോകും. അപ്പോൾ നമുക്ക് വറുത്ത മീനെ ഫുള്ളായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തവി കൊണ്ടോ ചട്ടുവ കൊണ്ടോ ഒക്കെ ചെറുതായിട്ട് മീനെ ഫുള്ളായിട്ടൊന്ന് അനക്കി കൊടുക്കുക. ഒരു കഷ്ണം നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കട്ട് ചെയ്തിട്ട് മീനിൻ്റെ മേളുഭാഗത്ത് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. തിരിച്ചിടുന്ന സമയത്തും എല്ലാ മീനിലേക്കും കൂടി ഒരു അരക്കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നമ്മൾ ഇളക്കുന്നതിനൊരു കുറവും വിചാരിച്ചിട്ടില്ല, കാരണം ഇവൻ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പൊട്ടിപ്പോവും. അത് കാരണം ഇവനെ അനക്കി നിർത്തുന്നതിന് നമ്മളൊരു കുറവും വിചാരിച്ചിട്ടില്ല. ഇഷ്ടംപോലെ അനക്കുന്നുണ്ട്. ചട്ടുവും വെച്ചും തവി വെച്ചും ഒക്കെ നല്ല രീതിയിൽ അനക്കിയിട്ടുണ്ട്. അപ്പം ഇളക്ക് നല്ല ഭംഗിയായിട്ട് ഇളക്കി ഇതേവരെ നമുക്ക് പൊടിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേവരെ പൊടിയാതെ കിട്ടി. ഇനി പൊടിയോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി പൊടിയാൻ ചാൻസ് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ഒരു വശം റെഡിയായി. നമുക്കിനി ഇവനെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം, മേളത്തെ വശത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇവനെ തിരിച്ചിടാം. നാരങ്ങ നീര് ഫ്രൈക്കകത്തോട്ട് വീണ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടപ്പോൾ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇതേവരെ പൊടിഞ്ഞിട്ടില്ല. സാധനം നല്ല പരുവത്തിന് തിരിച്ചിടാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടി. ഇനി ഇവൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് കഴിച്ച് നോക്കിയെങ്കിൽ ബാക്കി ഭാഗം നമുക്കറിയാൻ പറ്റും. മസാലയുടെ ആ ഒരു മണമൊക്കെ ഇങ്ങനെ നല്ല ഗുമ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അന്യായ മണമാണ് വരുന്നത്. മണമുണ്ടെങ്കിൽ ഗുണവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മീനിപ്പം വില കുറവാണ് കേട്ടോ. ഈ മീനൊക്കെ ഒരു 4-5 എണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നഷ്ടം വരാൻ വഴിയില്ല. നല്ല അന്യായ ടേസ്റ്റാണ്. നമ്മൾ ഷാപ്പ് ഹോട്ടലിൽ നിന്നും വലിയ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ സാധനം കഴിക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും ഈ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പം നമ്മുടെ മീൻ വറുത്ത് റെഡിയായി. നമ്മൾ ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് സവാള മാത്രമുണ്ട്. സവാള വെച്ച് നമ്മളൊന്ന് അണിയിച്ചൊരുക്കി എടുക്കുകയാണ്.
അന്യായ ടേസ്റ്റാണെന്ന് വൈക പറയുന്നു, നല്ല മണം വരുന്നെന്ന് പറയുന്നു. അതുകൊണ്ട് മണമൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ തോനെ നേരം ഇത് ഓണാക്കി വെക്കുന്നില്ല. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ മണത്തിൻ്റെ പ്രശ്നം വെച്ച് നിമിഷമാണ്. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഓക്കെ, ബൈ. ഇനി എങ്ങനെയുണ്ട് കൊള്ളാവടി? അടിപൊളിയാണോ? പൊളിയാണോ? അപ്പോൾ ചോറും മീനും മാത്രം മതിയാ?